ഭാരതീയ വേദ സംസ്കൃതിയുടെ പഠനത്തിനും സംരക്ഷണത്തിനും പ്രചാരണത്തിനും ഗവേഷണത്തിനുമായി നീളാതീരത്ത് അറിവിന്റെ ആദ്യ മഹാക്ഷേത്രം നിർമ്മാണത്തിനൊരുങ്ങുന്നു. വേദങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രത്തെ പ്രധാന ദേവതയായി പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്ന മഹാക്ഷേത്രമാണ് നീളാതീരത്ത് 30 കോടി ചെലവിൽ ഉയർന്നുവരുന്നത്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ, കവളപ്പാറ, ത്രാങ്ങാലി, നീലിമല, ഭഗവതിക്കുന്നിലെ 4 ഏക്കറിലാണ് വേദശാസ്ത്ര പ്രചാരകരായ ഗായത്രി ഗുരുകുലം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വേദപാഠശാലയും മഹാക്ഷേത്രവും ഒരുക്കുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളുടെയും പ്രചാര സംരക്ഷണത്തിനായിട്ടാണ് ഗായത്രി ഗുരുകുലം എന്ന പേരിൽ ഭാരതപ്പുഴ തീരത്ത് മഹാക്ഷേത്ര സമുച്ചയം നിർമ്മിക്കുന്നത്. ദക്ഷിണാമൂർത്തിയും വേദവ്യാസനും ഗണപതിയും ഇവിടെ ഉപദേവതകളാവും. പാഠശാല, യജ്ഞശാല, ഹോമകുണ്ടങ്ങൾ, തീർത്ഥക്കുളം, ധ്യാനപുരകൾ, സംസ്കൃത വേദശാസ്ത്ര ഗവേഷണം, വേദവ്യാകരണ പുസ്തകങ്ങൾ തുടങ്ങിയ ലൈബ്രറി എന്നിവയും ഗുരുകുലത്തിലുണ്ടാവും. കേരളത്തിൽ, മധ്യ കേരളത്തിൽ ഷൊർണൂരിൽ കവളപ്പാറ ദേശത്ത് അടുത്തുള്ള കവളപ്പാറ ദേശത്തിൽ തന്നെ വരുന്ന ത്രാങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിലെ ആദ്യത്തെ ഗായത്രി മഹാക്ഷേത്രം നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഒരു ബാലാലയം ഉണ്ട്, അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഭൂമിയിൽ നീലാമലക്കുന്ന് എന്നാണ് പറയുക. അപ്പൊ നീലാമലക്കുന്ന് എന്ന് പറഞ്ഞാൽ ഭഗവതി കുന്ന് തന്നെയാണ്. അപ്പൊ ഈ നീലാമലക്കുന്നിൽ നമ്മള് കഴിഞ്ഞ മുമ്പത്തെ വർഷം 24 ലക്ഷം, ഗായത്രി എന്ന് പറഞ്ഞ 24 24 ലക്ഷം ഒരു ഗായത്രി ഹോമിച്ചു. ആ ഭൂമിയിൽ ഗായത്രിക്ക് ഒരു മഹാക്ഷേത്രം വരാൻ പോവുകയാണ്. ആ മഹാക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി ആവട്ടെ, വ്യാസനാവട്ടെ, ഗണപതി തുടങ്ങിയിട്ടുള്ള ഉപദേവതകളും ഉണ്ടായിരിക്കും. മാത്രമല്ല അതിലൊക്കെ ഉപരിയായിട്ട് 4 വേദങ്ങളും, അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഋഗ്വേദികളാണെങ്കിലും ഭഗവാൻ ആചാര്യ ശ്രീധർ അടികൾ, ഡോക്ടർ ശ്രീധർ അടികൾ എന്ന് പറയുന്ന ഒരു മഹാഗുരുവിൽ നിന്നും അഥർവവേദം സമ്പൂർണ്ണമായി അധ്യയനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഗോകർണത്തുനിന്ന്. അപ്പോൾ ഗുരുനാഥന്റെ കൂടി നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ അഥർവവേദവും കൂടി പഠിപ്പിക്കുന്ന ആദ്യത്തെ വേദപാഠശാലയും വരാൻ പോകുന്നത് ഈ നീലാമലക്കുന്നിൽ അഥവാ ത്രാങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആചാര്യൻ ഡോക്ടർ അരുൺ പ്രഭാകരൻ, ഗായത്രി ഗുരുകുലം ട്രസ്റ്റ് അയോധ്യയിലെ രാംലല്ലയുടെയും കേദാർനാഥിലെ ശങ്കരാചാര്യ പ്രതിമയുടെയും ശില്പിയായ അരുൺ യോഗിരാജാണ് ഗായത്രി വിഗ്രഹം നിർമ്മിക്കുക. ഗായത്രി ഗുരുകുലത്തെ വേദപഠന സർവകലാശാലയാക്കി വളർത്തുകയാണ് ലക്ഷ്യം. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അങ്ങനെ നമ്മൾ 3 ഫേസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫേസ് 1 നമ്മൾ 2030 അവിടെ പഞ്ചമുഖി ഗായത്രി ആയിട്ടുള്ള ഒരു ക്ഷേത്രം നമ്മൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം ഫേസ് 2 എന്നുള്ള രീതിയിൽ, നമ്മൾ ഫേസ് 3 എന്നുള്ള രീതിയിൽ അതിനോടനുബന്ധിച്ചിട്ട് ഒരു സർവകലാശാലയും അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെ പഠിതാക്കളെ അടുത്തു നിന്നൊക്കെ നമ്മൾ സ്വരൂപിച്ച് പണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭൂമി നമ്മൾ ഇവിടെ മേടിച്ചെടുത്തത്. അടുത്തത് നമ്മൾ ഒരുപാട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇതൊരു വെറും ഒരു ക്ഷേത്രം എന്നുള്ളൊരു സങ്കല്പം മാത്രമല്ല. ഇപ്പം പലരും ചോദിക്കാറുണ്ട്, ഒരു ക്ഷേത്രം, ഇത്രയും ക്ഷേത്രം ഉണ്ടാവുന്ന സമയത്ത് വേറെ എന്തിനാ ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഈ ഒരു കേരളത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. അതുമാത്രമല്ല, ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു പഞ്ചമുഖിയായിട്ടുള്ള ഒരു ഗായത്രി ക്ഷേത്രം എവിടെയും കണ്ടുവന്നിട്ടില്ല. കിരൺ ജി, ഗായത്രി ഗുരുകുലം ട്രസ്റ്റ് ജാതിമത പ്രായഭേദമില്ലാതെ വേദപഠനം സാധ്യമാക്കുകയും വേദിക് സർവകലാശാലയാക്കി ഗായത്രി ഗുരുകുലത്തെ മാറ്റുകയുമാണ് ലക്ഷ്യം. UTV ന്യൂസ്, പാലക്കാട്.